നമസ്കാരം. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഹർത്താലിൽ വ്യാപക ആക്രമണങ്ങൾ അഴിച്ചുവിട്ട പ്രവർത്തകർ തെരുവിൽ അഴിഞ്ഞാടിയപ്പോൾ നോക്കുകുത്തിയായി മാറിയതാണ് കേരള പോലീസ്. എന്നാൽ ആക്രമണകാരികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊണ്ട് കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചിട്ടുണ്ട്. അതിന് ഊർജം പകരുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കടന്നുവരൽ. കേന്ദ്രം ആക്രമണകാരികളെ പുറത്തിറക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാനും സർക്കാരിന് അറിയാമെന്ന് പിണറായി വിജയൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട്, അതായത് ഹർത്താലിൽ വരുത്തിവെച്ച പൊതുമുതൽ, സ്വകാര്യ മുതൽ, വാഹനങ്ങൾ മുതലായവ നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ മൊത്തം നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ സ്വദേശി TN മുകുന്ദൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അതായത് ശബരിമല കർമ്മസമിതിയാണ് ഇതിന് മൊത്തം ഉത്തരവാദി എന്ന നിലയിലായിരുന്നു ഹർജി. എന്നാൽ ഈ ഹർജിയെ തുടർന്ന് മുൻ DGP TP സെൻകുമാറിനും KS രാധാകൃഷ്ണനും ഹൈക്കോടതിയുടെ നോട്ടീസ് പോയിട്ടുണ്ട്. തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി കഴിഞ്ഞാൽ അത് നൽകാൻ കർമ്മസമിതി ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു കാര്യവും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൃത്യമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ നാശനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകേണ്ടത് കർമ്മസമിതി തന്നെയാണ്. എന്നാൽ കർമ്മസമിതിക്ക് പുറമെ ഹിന്ദു ഐക്യവേദി, RSS, BJP മറ്റുള്ളവർക്കും നോട്ടീസുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.